രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിന് ദീർഘനേരം തടസ്സം സൃഷ്ടിച്ച് നടു റോട്ടിൽ സ്കൂട്ടി യാത്രക്കാരന്റെ അഭ്യാസം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, രോഗിയുമായി വരുന്ന ആംബുലൻസിനെയാണ് ദീർഘനേരം തടസ്സം സൃഷ്ടിച്ച നടു റോട്ടിൽ ഇത്തരത്തിലൊരു സ്കൂട്ടി യാത്രക്കാരന്റെ അഭ്യാസം. ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഈ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്. ഒരു സ്കൂട്ടി യാത്രക്കാരൻ ഒരു ആംബുലൻസിന് വഴി നൽകാതെ ദീർഘനേരം ഇങ്ങനെ തടസ്സം സൃഷ്ടിച്ച് നടുറോഡിൽ യാത്ര ചെയ്യുന്ന ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഇത് നടന്നിരിക്കുന്നത് കോഴിക്കോട് ആണ്. കോഴിക്കോട് മീഞ്ചന്തയിൽ വെച്ചാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. അന്ന് രാമനാട്ടുകരയിലെ വയോധികയായ ഒരു സ്ത്രീക്ക് രക്തം ഛർദ്ദിച്ച് വയോധികയാണ്. അവരെ അത് ഗുരുതര നിലയിൽ കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ അതിവേഗം കൊണ്ടുവരുന്നതിനിടെയാണ് ഈ മീഞ്ചന്തയിൽ എത്തിയ സമയത്ത് ആ സമയത്ത് മഴയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ സ്കൂട്ടർ യാത്രികൻ ആംബുലൻസ് നിരന്തരം സൈറൺ മുഴക്കിയിട്ട് പോലും വഴി മാറിക്കൊടുക്കാതെ ഇങ്ങനെ വളച്ചും തിരിച്ചുമൊക്കെ ഉള്ള വളഞ്ഞു പൊളഞ്ഞുകൊണ്ട് ഇങ്ങനെ ആംബുലൻസിന് മുന്നിൽ അഭ്യാസ പ്രകടനം നടത്തി പോകുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച, ധിക്കാരപരമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്കൂട്ടർ ആരുടേതാണ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. നിയമപരമായ ശക്തമായ നടപടി തന്നെ ഈ സ്കൂട്ടർ യാത്രികനെതിരെ സ്വീകരിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ഈ സ്കൂട്ടർ യാത്രക്കാരനെ കണ്ടെത്തി അയാളിൽ നിന്നും നിയമപരമായ പിഴ ഈടാക്കാനുള്ള നടപടികളും വകുപ്പ് തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും ശക്തമായ നിയമ നടപടി തന്നെ ഉണ്ടായിരിക്കും. രോഗിയുമായി വരികയായിരുന്ന ആംബുലൻസിന് ദീർഘനേരം തടസ്സം സൃഷ്ടിച്ച നടു റോട്ടിൽ സ്കൂട്ടി യാത്രക്കാരന്റെ അഭ്യാസം. ഇതിന്റെ തത്സമയ വാർത്തകളാണ് പ്രേക്ഷകർ കണ്ടത്. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു റിയാസ് KMR.